പതിവ് പോലെ ഇത്തവണയും പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി സ്വന്തം വീട്ടിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയത് പദയാത്രയായി. ആന്റണി തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം ജഗതി സ്കൂളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. ഒരു കേന്ദ്ര പ്രതിരോധ മന്ത്രിയെ നമുക്ക് ഇങ്ങനെയും കാണാം. സുരക്ഷാ സന്നാഹങ്ങളില്ലാതെ ഒരു സാധാരണക്കാരനായി. കേന്ദ്ര പ്രതിരോധ മന്ത്രിമാർ വലിയ സുരക്ഷാ വ്യൂഹത്തിനൊപ്പം പാഞ്ഞു പോകുന്നത് കണ്ടു ശീലിച്ച ഇന്ത്യൻ ജനസാമാന്യത്തിന് ഒരുപക്ഷെ ഇതൊരു പുതിയ കാഴ്ചയാകും. എന്നാൽ എ.കെ. ആന്റണിയെ പതിറ്റാണ്ടുകളായി കണ്ടുപരിചയിച്ച തിരുവനന്തപുരത്തിന് ഇതിൽ കൗതുകമില്ല. വഴുതക്കാട് ഈശ്വരവിലാസം കോളനിയിൽ താമസമാക്കിയതിൽ പിന്നെ വോട്ട് ചെയ്യാനുള്ള ആന്റണിയുടെ പതിവ് യാത്ര ഇങ്ങനെയാണ്. ജഗതി സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്ക് നടന്നേ പോകൂ. ഭാര്യ എലിസബത്തും മഫ്റ്റിയിലെ ഏതാനും ഭടന്മാരുമാണ് കൂട്ട്. ഇത്തവണ മന്ത്രി വി.എസ്. ശിവകുമാർ ഉണ്ടെന്നൊരു വ്യത്യാസം മാത്രം. ഈ കാൽനട എഴുന്നള്ളത്തിന്റെ അടുത്ത സ്റ്റോപ്പ് കെ.പി.സി.സി ഉപാധ്യക്ഷൻ എം.എം. ഹസന്റെ വീടിന് മുമ്പിലാണ്. പോളിംഗ് സ്റ്റേഷനിലേക്ക് എം.എം. ഹസനെ കൂട്ടുവിളിക്കുന്നതും ഒരു പരിവാരമൂർത്തിയെ പോലെ ഹസൻ പദയാത്രയോട് ചേരുന്നതും മറ്റൊരു പതിവ് കാഴ്ച. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ഇത്തവണയും അവർക്ക് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ 16-നേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ കൗതുകകരമായ പദയാത്ര പകർത്താൻ വലിയൊരു മാധ്യമപട തന്നെ കൊച്ചാർ റോഡിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നേതാക്കൾ ക്യാമറ വ്യൂഹത്തിന് നടുവിലെത്തിയപ്പോൾ തിരക്കിന്റെ നിയന്ത്രണം വിട്ടു. എ.കെ. ആന്റണി ക്യൂവിൽ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ചിത്രം ഇത്തവണ കിട്ടിയില്ല. ബൂത്തിൽ ഇത്തവണ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ വോട്ട് ചെയ്ത ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ നേതാക്കൾ തിരക്കിന് നടുവിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ സംസ്ഥാനത്ത് 1977 ചരിത്രം ആവർത്തിക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ. കേരളത്തിൽ LDF മികച്ച വിജയം നേടുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ്. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ ഭാര്യയ്ക്കൊപ്പമാണ് കുന്നുകുഴി ഗവൺമെന്റ് UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. UDF വൻ വിജയം നേടുമെന്നും 1977 ആവർത്തിക്കുമെന്നും വി.എം. സുധീരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇവിടെ കേരളത്തിൽ 1977 ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ദേശീയ രാഷ്ട്രീയവും പൊതുവെ സ്ഥിതിഗതികളും കൃത്യമായി വിലയിരുത്താനുള്ള രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കുണ്ട്. തീർച്ചയായും ഇത് വളരെ ശുഭലക്ഷണമായിട്ടാണ് കാണുന്നത്. മന്ത്രി വി.എസ്. ശിവകുമാർ വോട്ട് രേഖപ്പെടുത്തിയത് ശാസ്തമംഗലം NSS സ്കൂളിലായിരുന്നു. സ്പീക്കർ ജി. കാർത്തികേയൻ രാവിലെ 9 മണിയോടെ ശാസ്തമംഗലം NSS സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ചോ വിജയപ്രതീക്ഷയെക്കുറിച്ചോ സംസാരിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെടും. അതാണ് ജനാധിപത്യത്തിന്റെ മാർഗവും ശക്തി. കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിയും ശാസ്തമംഗലം NSS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം SRP സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. LDFന് അനുകൂലമായ ജനകീയ മുന്നേറ്റമാണുള്ളതെന്നും LDF കേരളത്തിൽ വൻ വിജയം നേടുമെന്നും SRP പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്കുണ്ട്. ഞാൻ 16 നിയോജക മണ്ഡലങ്ങളിൽ പോയി 58ഓളം യോഗങ്ങളിൽ സംബന്ധിച്ചു. എനിക്കുള്ള അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വലിയ ജനകീയ മുന്നേറ്റമുണ്ട് എന്നതാണ്. വൻ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടും. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.